Good afternoon, all. Good afternoon, ma'am. Okay, the T strength വളരെ കുറവാണല്ലോ. നമ്മളെ ഡെയിലി സ്ഥിരം കയറുന്ന അത്രയും പോലും ഇന്ന് സ്ട്രെങ്ത് ചെയ്യാലോ. ലേറ്റ് ആയിട്ട് വരുന്നോണ്ടാണ് ഇനി. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തോണ്ടിരുന്നത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പേയ്മെന്റ്സ് ആണ് അല്ലെ, ടൈപ്പ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അതിൽ ഓരോ സെക്ഷനിലും വരുന്ന ബെനിഫിറ്റ്സുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ടൈപ്പ് ഓഫ് ബെനിഫിറ്റ്സിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ചു പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്ക്ഡ്. പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്ക്ഡിൽ അതിന്റെ കീഴിൽ വരുന്ന എംപ്ലോയീസിന് കിട്ടുന്ന ബെനിഫിറ്റ്സുകൾ. അതിൽ നമ്മൾ പഠിച്ചു ഹോളിഡേ പേ, പെയ്ഡ് ഹോളിഡേസ്, ഷിഫ്റ്റ് പ്രീമിയം, പെയ്ഡ് വെക്കേഷൻസ്, എംപ്ലോയി പെയ്ഡ് വെക്കേഷൻസ്. ഈ 4 ബെനിഫിറ്റ്സുകളാണ് പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്ക്ഡിനുള്ളിൽ നമുക്ക് എംപ്ലോയീസിന് ലഭിക്കുന്നത്. രണ്ടാമത്തെ ഒരു ടൈപ്പ് നമ്മൾ പഠിച്ചത് എംപ്ലോയി സെക്യൂരിറ്റി. സ്ക്രീൻ കാണുന്നില്ല? കാണുന്നുണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ. ഓക്കെ, ഇപ്പൊ സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ, നോക്കാം കേട്ടോ. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എംപ്ലോയീസിന് നമ്മൾ കൊടുക്കുന്ന ബെനിഫിറ്റ്സുകളെ കുറിച്ചാണ്. അതില് ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്ക്ഡ്. പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്ക്ഡിന്റെ കീഴിൽ വരുന്ന എംപ്ലോയീസിന് നമ്മൾ കൊടുക്കുന്ന ബെനിഫിറ്റ്സുകളാണ് ഹോളിഡേ പേ, പെയ്ഡ് ഹോളിഡേസ്, ഷിഫ്റ്റ് പ്രീമിയം, പെയ്ഡ് വെക്കേഷൻ. ഈ 4 ടൈപ്പാണ്. രണ്ടാമതായിട്ട് നമ്മൾ പഠിച്ചു എംപ്ലോയി സെക്യൂരിറ്റി അല്ലെ, എംപ്ലോയീസിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ അവർക്ക് കൊടുക്കുന്ന ബെനിഫിറ്റ്സുകളാണ് ലേ ഓഫ് കോമ്പൻസേഷനും റിട്രീറ്റ്മെന്റ് കോമ്പൻസേഷനും. എന്താണെന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് ടൈം കളയണില്ല. മൂന്നാമതായിട്ട് നമ്മൾ പഠിച്ചു സേഫ്റ്റി ആൻഡ് ഹെൽത്ത് പ്രൊവിഷൻസ് അല്ലെ, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റാഫുകൾക്ക് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട സേഫ്റ്റി ആൻഡ് ഹെൽത്ത്, അവരുടെ ആരോഗ്യത്തെ നമ്മൾ സംരക്ഷിക്കണം. അതുപോലെ തന്നെ സുരക്ഷിതമായിട്ടുള്ള ഒരു തൊഴിലിടമായിരിക്കണം നമ്മൾ അവർക്ക് പ്രൊവൈഡ് വർക്ക് എൻവയോൺമെന്റ് വേണം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഡ്രിങ്കിങ് സേഫ് ഡ്രിങ്കിങ് വാട്ടർ വേണം, ടോയ്ലറ്റ് ഫെസിലിറ്റീസുകൾ വേണം, വെന്റിലേഷൻസ് ഉണ്ടായിരിക്കണം അല്ലെ. കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. വലിയ വലിയ എക്യുപ്മെന്റ്സിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കണം, ഇഞ്ചുറീസിൽ നിന്നും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സേഫ് ആയിട്ട് നമ്മൾ അവരെ സൂക്ഷിക്കണം. നമ്മൾ പഠിച്ചു വെൽഫെയർ ആൻഡ് റിക്രിയേഷണൽ ഫെസിലിറ്റീസ്.
എംപ്ലോയീസിന് അവരുടെ ഒരു വെൽഫെയർ, ക്ഷേമത്തിനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ഒത്തിരി ബെനിഫിറ്റ്സുകൾ നമ്മൾ പഠിച്ചു. ഹൗസിംഗ് വേണം, അതുപോലെ ഹൗസിംഗ് ലോൺസുകൾ കൊടുക്കുക, ക്യാൻറ്റീൻ ഫെസിലിറ്റി വേണം, എഡ്യൂക്കേഷണൽ ഫെസിലിറ്റികൾ കൊടുക്കുക, കസ്റ്റമർ സൊസൈറ്റീസ്, അതുപോലെ കൺസ്യൂമർ സൊസൈറ്റീസ്, ക്രെഡിറ്റ് സൊസൈറ്റീസ് നമ്മൾ പഠിച്ചു. 2020 എന്നൊക്കെ പറഞ്ഞൊരു ഓർമ്മയുണ്ടോ? ഇൻഡെക്സിന്റെ ഒക്കെ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സില് ഓർക്കണില്ലേ? ഓക്കെ. ദെൻ എംപ്ലോയി കൗൺസിലിംഗ് കൊടുക്കണം, ലീഗൽ ആയിട്ടുള്ള നിയമപരമായിട്ടുള്ള വശങ്ങൾക്ക് വേണ്ടിയിട്ട് നിയമപരമായിട്ടുള്ള സഹായങ്ങൾ കൊടുക്കുക, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് കൊടുക്കണം, വെൽഫെയർ സെക്ഷൻ കൊടുക്കുക, പിക്നിക്സുകളും അതുപോലെ പാർട്ടീസും ഒക്കെ വേണം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അവിടെ വരെയാണോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? പിന്നെ മിസ്ലേനിയസ് ആയിട്ട് നമ്മൾ പറഞ്ഞു ക്ലബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം എന്ന്. അവിടെ വരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? വെൽഫെയർ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. മിസ്ലേനിയസ് അടുത്ത ബെനിഫിറ്റ്സുകളാണ് കേട്ടോ ഇനി പറയാൻ പോകുന്നത്. ടൈപ്പ് ഓഫ് ബെനിഫിറ്റ്സിൽ തന്നെയാണ് ഇത്. നോക്കാം. ഇനി 5ാമത്തെ ടൈപ്പാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇതെല്ലാം ഓരോ ടൈപ്പ് ബെനിഫിറ്റ്സുകളും അതിന്റെ കീഴിൽ വരുന്ന ബെനിഫിറ്റ്സുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. 4 ടൈപ്പ് ബെനിഫിറ്റ്സ് നമ്മൾ പഠിച്ചു. ഇനി 5ാമത്തെ ടൈപ്പാണ് ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് അല്ലെ? ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലും അവന് ബെനിഫിറ്റ്സുകൾ കിട്ടുന്നു. ദെൻ അവൻ അതിൽ നിന്നും വിരമിക്കുമ്പോൾ ഏതെങ്കിലും റിട്ടയർമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ബെനിഫിറ്റ്സ് കിട്ടുന്നു. അത്യാവശ്യം നല്ലൊരു സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവർക്ക് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സുകളൊക്കെ കിട്ടും അല്ലെ? അതായത് ജോലി കഴിഞ്ഞ് ജോലിയിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാലും അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കാനായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഫണ്ട് അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ്സ് അവർക്ക് ആ ഒരു ജോബിലൂടെ ലഭിക്കാറില്ലേ? പ്രൈവറ്റ് സ്ഥാപനങ്ങളാണെങ്കിൽ പോലും പെൻഷനും കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കുന്നു. അവർക്ക് റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടേതായിട്ടുള്ള ഒരു ചെറിയൊരു തുക അവർക്ക് മന്ത്ലി ആണെങ്കിലും അവർക്ക് ലഭിക്കുന്നു. സോ ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ഓൾഡ് ഏജിൽ, അതായത് റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് അവർക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സുകളും കാര്യങ്ങളുമാണ്. ഓക്കെ, ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്. These benefits are given to employees to provide financial stability to employee during old age. അല്ലെ? ഓൾഡ് ഏജിലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു ബെനിഫിറ്റ്സ് കൊടുക്കുന്നത് അല്ലെ? അത്രയും കാലം അവര് ആ ഒരു കമ്പനിക്ക് വേണ്ടി, ഓർഗനൈസേഷന് വേണ്ടി അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്തു. ദെൻ അവരുടെ ആ ഒരു കാലയളവ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് കമ്പനി നമുക്ക് എംപ്ലോയീസിന് കൊടുക്കുന്നതാണ് ബെനിഫിറ്റ്സുകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. എസ്പെഷ്യലി ആഫ്റ്റർ റിട്ടയർമെന്റ് ഫോളോയിങ് ആർ സച്ച് ബെനിഫിറ്റ്സ് അവൈലബിൾ ടു എംപ്ലോയീസ്. അപ്പൊ ഇനി പറയുന്നത് റിട്ടയർമെന്റും ഓൾഡ് ഏജ് ഒക്കെ ആയതിനു ശേഷം എംപ്ലോയീസിന് ലഭിക്കുന്ന ബെനിഫിറ്റ്സുകളെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നതാണ് കേട്ടോ. ഫസ്റ്റ് വൺ നമുക്ക് പറയാം എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്സ്, EPF അല്ലെങ്കിൽ PF എന്നായിരിക്കും നിങ്ങൾ കേട്ടിരിക്കുന്നത് അല്ലെ? PF എന്നായിരിക്കും കുറച്ചും കൂടി നമ്മൾ കേട്ടിട്ടുള്ളത്. EPF-നേക്കാൾ കൂടുതൽ PF എന്ന് പറയാറുണ്ട്. EPF എന്നാണ് ശരിക്കും അതിന്റെ ഫുൾ ആയിട്ട് നമ്മൾ പറയുന്നത്. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്സ്. PF എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ PF ഉള്ളവർ ഉണ്ടാകും. ഉണ്ടോ ആർക്കെങ്കിലും വർക്ക് ചെയ്യുന്നവര്? PF ആനുകൂല്യം ഉള്ളവരുണ്ടോ? ബെനിഫിറ്റ്സ് ഉള്ളവര് ആരില്ല? PF വർക്ക് ചെയ്യുന്നവരാണെങ്കിലേ പ്രൈവറ്റ് ഫേമിലാണെങ്കിലും PF ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, നോക്കാം. എന്താണ് എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ആക്ട്? PF എന്താണെന്നുള്ളത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? കുറച്ചു പേർക്കൊക്കെ അറിയാൻ പറ്റുമല്ലോ. അറിയോ? ആർക്കും അറിയില്ല? PF അറിയില്ല ആർക്കും? കേട്ടിട്ടുണ്ടോ? നിങ്ങള് കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും അല്ലേ? കേട്ടിട്ടുണ്ട്, പക്ഷെ അതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. അതാണോ? ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. PF എന്താണെന്ന് നോക്കാം. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് in order to make it legally required for organization to follow certain guidelines with regard to old age and retirement benefits. The Employee Provident Fund Act was passed in 1952. Underline ചെയ്യാം കേട്ടോ. നമുക്ക് ഈ ആക്ടിനെ കുറിച്ച് ഒരുപാടൊന്നും പഠിക്കാനൊന്നും ഇല്ല. ഇയറുകൾ കമ്പൽസറി ആയിട്ട് നമ്മൾ പഠിക്കണം. Then just എന്താണെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അതിൽ കൂടുതലായിട്ട് സ്കീമോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പഠിക്കാനൊന്നും ഇല്ല. മെയിൻ ആയിട്ട് ഇയറുകൾ ഓർത്ത് വെക്കണം. പിന്നെ എന്താണ് ആ സ്കീമിൽ പറയുന്നത്, അത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരുപാടൊന്നും നിങ്ങൾ എന്താ പറയാ ബൈഹാർട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല അത് അല്ലെ? നോക്കാം. അപ്പൊ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് വാസ് പാസ്ഡ് ഇൻ 1952. 1952-ലാണ് ഈ എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് PF എന്നാണ്. PF എന്നുള്ളൊരു ആക്ട് പാസ്ഡ് ആയത് 1952-ലാണ്. അണ്ടർലൈൻ ചെയ്തല്ലോ.
ചെയ്തെല്ലാവരും 1952 important ആണ് year ട്ടോ. Then in the beginning this act was made applicable to employees with monthly pay not exceeding 300 in 6 major industries. അതായത് 1952 ഈ ഒരു PF എന്നുള്ള ഒരു ആക്ട് നിയമം നിലവിൽ വന്നത്. Then അത് സ്റ്റാർട്ടിങ്ങിൽ 1952 നിലവിൽ വന്നു. Then ആ ഒരു ഇയറിൽ തന്നെ അത് സ്റ്റാർട്ടിങ് ചെയ്തപ്പോൾ എംപ്ലോയീസിൽ നിന്നും 6 മേജർ ഇൻഡസ്ട്രിയിലാണ് ഈ ഒരു PF എന്നുള്ള ഒരു ആനുകൂല്യം കൊണ്ടുവന്നത്. ഇന്നത്തേതുപോലെ എല്ലാ ഫോംസിലും ഇങ്ങനെ ഒരു PF എന്നുള്ള ഒരു ആനുകൂല്യം ഒന്നും കൊടുത്തിരുന്നില്ല. ഇത് സ്റ്റാർട്ട് ചെയ്ത 1952 സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈമില് ഒരു 6 മേജർ ഇൻഡസ്ട്രിയിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു PF എന്നുള്ള ഒരു ആനുകൂല്യം എംപ്ലോയീസിന് കൊടുത്തു തുടങ്ങിയിരുന്നത്. അപ്പൊ ആ ഒരു ടൈമില് നിങ്ങൾ ഇയർ നോക്കണോട്ടോ, കാരണം ഇത് സ്റ്റാർട്ട് ചെയ്ത ഇയറിലെ പേയ്മെന്റ്സിന്റെ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആ ഒരു അതിന്റെ മൂല്യം അല്ലെ, അല്ലെങ്കിൽ അതിന്റെ മൂല്യം വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. സോ 1952 ഇത് പാസ്സാക്കി. അപ്പൊ ആ ഒരു പാസ്സാക്കിയ ടൈമിൽ ഒരു 6 മേജർ ഇൻഡസ്ട്രിയിൽ മാത്രമാണ് ഈ ഒരു PF എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നത്. അറ്റ് ദാറ്റ് ടൈമില് 300 രൂപയാണ് നമ്മൾ ശരിക്കും PF-ലോട്ട്. ഇനി PF എന്ന് പറയുന്നത് അറിയാമോ നിങ്ങൾക്ക്? എംപ്ലോയറും ഇപ്പൊ എംപ്ലോയിക്ക് ഒരു സാലറി, നിശ്ചിത സാലറി ഉണ്ട്. സോ ആ ഒരു മന്ത്ലി എംപ്ലോയറും എംപ്ലോയിയും സെയിം എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് ഈ PF-ലോട്ട്. എംപ്ലോയർ മാത്രമല്ല, എംപ്ലോയർ ഇപ്പോ 300 രൂപയാണ് ഈ തുടങ്ങിയ സമയത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. പക്ഷെ ഇതിന് 300 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ മൂല്യമാണ്, അന്നത്തെ വാല്യൂ അനുസരിച്ചിട്ടാണ് 300 എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് 300 ആണോ? ഇന്ന് 300 ആയിരിക്കില്ല. ഇന്നത്തെ നമ്മളുടെ വാല്യൂ അനുസരിച്ചിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ആ 52 കാലഘട്ടത്തിലുള്ള ഒരു കണക്കനുസരിച്ചിട്ടാണ് 300 എന്ന് പറയുന്നത്. സോ എംപ്ലോയർക്ക് ഇപ്പൊ എത്രയാണോ സാലറി കിട്ടുന്നത് അതിൽ നിന്നും ഒരു 300 PF-ലോട്ട് പോകുന്നു. ആ സെയിം എമൗണ്ട് 300 തന്നെ എംപ്ലോയറും കൊടുക്കുന്നു. അതായത് തൊഴിലാളിയും തൊഴിലുടമയും സെയിം എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അതാണ് PF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ PF എന്താണെന്ന്? അതായത് എംപ്ലോയറും എംപ്ലോയിയും തൊഴിലുടമയും തൊഴിലാളിയും സെയിം എമൗണ്ട്. അതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് 300 എന്ന് പറഞ്ഞത്. അത് 1952 300 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു തുകയാണ് അല്ലെ. പക്ഷെ ഇന്ന് 300 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു തുകയാണോ? സാലറിയുടെ ആണോ? സാലറി എന്നൊരു തുക വലിയൊരു തുകയല്ല. അത് ആ ഒരു കഴിഞ്ഞ കാലഘട്ടത്തിലെ ഒരു കാൽക്കുലേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. PF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയറും എംപ്ലോയിയും സെയിം കോൺട്രിബ്യൂഷൻ ആണ് PF-ലോട്ട് നമ്മൾ അനുവദിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ PF എന്താണെന്നുള്ളത്? ഇയർ നിങ്ങൾ കമ്പൽസറി ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. എളുപ്പം അങ്ങനെ ഒറ്റ വാക്കിൽ പറഞ്ഞാലാണല്ലേ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവണത്. ഇതുപോലെ ടീച്ചർ ഒരുപാട് തിയറി കാര്യങ്ങളൊക്കെ വായിക്കുന്നതിനേലും വായിക്കണം. പക്ഷെ നമ്മൾ ഒറ്റ സെന്റൻസിൽ പറയുമ്പോഴല്ലേ നിങ്ങൾക്ക് കുറച്ചുകൂടി എനിക്കറിയാം. അതുകൊണ്ടാണ് ഒറ്റ സെന്റൻസിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ പെട്ടെന്ന് ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞു തരാറുള്ളത് അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് PF എന്നുള്ളൊരു സംഭവം. 1952 അത് പാസ്സാക്കിയത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് നിയമങ്ങളെ കുറിച്ചാണ്. ഓക്കെ, however, by the end of year 1981, with modifications during the intervening period, the Act brought under its purview 172 industries and classes establishment for the benefit of employee pay not exceeding 1000. നമ്മൾ പറഞ്ഞു 1952 300 റുപ്പിയാണ് നമ്മള് PF ആയിട്ട് നമ്മൾ കൊടുത്തിരുന്നത്. 1981 വന്നപ്പോഴേക്കും ആദ്യം നമ്മൾ പറഞ്ഞു 1952 6 മേജർ ഇൻഡസ്ട്രിക്ക് മാത്രമേ PF അനുവദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ 1981 എത്തിയപ്പോഴേക്കും 172 ഇൻഡസ്ട്രീസിന് ഈ PF എന്നുള്ള ആനുകൂല്യം അനുവദിച്ചു. അത് 300 എന്നുള്ളത് 1000 കടന്നു. Provident Fund and Miscellaneous Provision Act provide the establishment of Provident Fund, Family Pension Fund, and Deposit Linked Insurance Fund. Under this Act, 3 schemes have been launched and operative. ഇനി ഈ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ആക്ടിന്റെ കീഴിൽ വന്ന 3 സ്കീംസുകളാണ്. ഏതൊക്കെയാണ്? ഫാമിലി പെൻഷൻ ഫണ്ട്, ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ്, അതുപോലെ തന്നെ പ്രൊവിഡന്റ് ഫണ്ട്. ഈ 3 ആക്ടുകളും ഈ ഒരു പ്രൊവിഡന്റ് ഫണ്ടിന്റെ കീഴിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. All these 3 schemes have been launched at the operative.
All these three schemes are administered by central board trustees consisting of nominees of central and state governments organization of workers and employees. അതായത് ഈ മൂന്ന് സ്കീമുകളുടെയും ഭരണം നടത്തുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റി ആണെന്ന്. അതായത് ഈ PF അതുപോലെ തന്നെ എന്താണ് നമ്മൾ പഠിച്ച ഡെപ്പോസിറ്റഡ് ലിങ്ക്ഡ് ഇൻഷുറൻസും ഫാമിലി പെൻഷൻസും ഈ മൂന്ന് സ്കീമുകളുടെയും ചുമതല കൈകാര്യം ചെയ്യുന്നത് സെൻട്രൽ ബോർഡ് ട്രസ്റ്റി ആണ്. CBT എന്ന് എഴുതേണ്ട, സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റി ആണ് ഈ മൂന്ന് സ്കീമുകളും കൈകാര്യം ചെയ്യുന്നത്. All the three schemes are administrative central board trustee. Then there are various regional and sub-regional officers for administration of these schemes. ഈ മൂന്ന് സ്കീമുകൾക്കുമായിട്ട് ഒരുപാട് റീജിയണൽ സെന്റേഴ്സുകളും അഡ്മിനിസ്ട്രേഷൻ ഓഫീസുകളും ഉണ്ട്. Then the CPF commissioner is the chief executive officer. The EPF organization officiating the secretary to the board. ഇനി CPF എന്താ CPF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺട്രിബ്യൂഷൻ പ്രൊവിഡന്റ് ഫണ്ട്. സോ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് ഈ ഒരു CPF-ന്റെ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ സ്കീമുകളെ കുറിച്ചാണ്. നിങ്ങൾ ആ പ്രത്യേകമായിട്ട് എന്ത് പഠിക്കണം, ഇയറുകൾ മാത്രം ഒന്ന് നോക്കി വെക്കാം. then എന്താണ് EPF എന്ന് മനസ്സിലാക്കാം, അത്രയും മതി. ഓക്കെ, ജസ്റ്റ് എന്തൊക്കെയാണ് പ്രൊവിഷൻസുകൾ എന്ന് മാത്രം അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതിനകത്ത് ഒരുപാട് പഠിക്കാനൊന്നുമില്ല. നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് 1952 ഇയർ നോക്കാം. then 1981 എത്തിയപ്പോൾ അത് 172 ഇൻഡസ്ട്രീസ് ആയിട്ട് മാറി. then CPF അല്ലെങ്കിൽ EPF എന്നൊക്കെ ഉള്ളതിന്റെ ആ ഫുൾ ഫോമുകൾ ഒന്ന് പഠിച്ചു വെക്കുക. CPF വേണമെങ്കിൽ സൈഡിൽ ഒന്ന് എഴുതി വെച്ചോളൂ, കോൺട്രിബ്യൂഷൻ പ്രൊവിഡന്റ് ഫണ്ട്. ഈ പ്രൊവിഡന്റ് ഫണ്ടിന്റെ കീഴിൽ വരുന്ന മൂന്നെണ്ണമാണ് ഈ ഫാമിലി പെൻഷനും അതുപോലെ തന്നെ എന്താണ് ഡിപ്പോസിറ്റ് ലിങ്ക്ഡും എംപ്ലോയ്മെന്റ് ഡിപ്പോസിറ്റ് ലിങ്ക്ഡ് ഒക്കെ വരുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കിയാൽ മതി. എന്താണ് EPF എന്ന് പഠിക്കണം, ഇയറും പഠിക്കണം. ഓക്കെ, ഞാനൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ഒന്ന് വായിച്ചു നോക്കി, ഇയറുകളൊക്കെ അണ്ടർലൈൻ ചെയ്യണം. അതൊന്ന് സെക്കൻഡ് പാരഗ്രാഫിൽ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. അതിൽ ഒരുപാട് പഠിക്കാനൊന്നുമില്ല. ദെൻ അതിലത് പറഞ്ഞിരിക്കുന്ന ഡിപ്പോസിറ്റ് ലിങ്ക്ഡ് ഒക്കെ നെക്സ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ അധികം ഒരുപാട് പറഞ്ഞു പോകാനത്. കാരണം താഴെ വരുന്നുണ്ട് ഡിപ്പോസിറ്റ് ലിങ്ക്ഡ് എന്താണെന്നുള്ളത്. ഓക്കെ, പെട്ടെന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചൊന്ന് മനസ്സിലാക്കാനുള്ളത്. ദെൻ നമ്മൾ പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന പേയ്മെന്റ്സും കാര്യങ്ങളും പഴയ കാലത്തെ, അതായത് 72-ലെയും ഈ 1952-ലെയൊക്കെ കണക്കനുസരിച്ചിട്ടാണ് കേട്ടോ. ആ നിങ്ങൾ കണക്കൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു എന്താ പറയാ 300 എന്നൊക്കെ ഉള്ളവര് അന്നത്തെ ടൈമിൽ ഒരു വാല്യൂ അനുസരിച്ചിട്ട് കണക്കാക്കിയിരിക്കുകയാണ്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ, വായിച്ചോ? എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് ഞാൻ പറഞ്ഞു പോയിക്കോട്ടെ. ഇനി സെക്കൻഡ് വൺ, ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ്. അപ്പൊ EPF എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ്. ഇനി ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് എന്ന് കേട്ടിട്ടുള്ളവരുണ്ടോ ആരെങ്കിലും? ഫസ്റ്റ് ടൈം ആണോ? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ആരും കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നുണ്ടോ? ഒന്ന് റിപ്ലൈ തരൂ. റിപ്ലൈ ഒന്നും ഇല്ലല്ലോ. യെസ് ഓർ നോ?
ഉറക്കത്തിലാണ് എല്ലാവരും. ഓക്കെ, നോക്കാം. ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ്. The employee deposit linked insurance scheme 1976 അണ്ടർലൈൻ ചെയ്യാട്ടോ, ഇയർ അണ്ടർലൈൻ ചെയ്ത് പോകാം. 1976 ഈ ഒരു ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് നിലവിൽ വന്നത്. ഇനി the provides following benefits. ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസിനുള്ള ബെനിഫിറ്റ്സുകളാണ് ഇനി പറയാൻ പോകുന്നത്. On the death of an employee during the service who is a member of EPF, the person eligible to receive the PF accumulation will be paid an extra amount equal to the average balance in the PF account to the deceased during preceding 3 years. അത് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് നിങ്ങൾ. ഓൺ ദ ഡെത്ത് ഓഫ് ആൻ എംപ്ലോയി തുടങ്ങി 3 years വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. എന്താണ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് എന്നാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. 3 years വരെ അണ്ടർലൈൻ ചെയ്യാം. ചെയ്തോ? ഓക്കെ, ഇനി അണ്ടർലൈൻ ചെയ്തത് ഒരു പ്രാവശ്യം കൂടി ഞാൻ വായിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. നിങ്ങൾ എന്റെ ഒപ്പം വായിച്ചൊന്ന് പോണേ. ഓൺ ദ ഡെത്ത് ഓഫ് ആൻ എംപ്ലോയി ഡ്യൂറിംഗ് ദ സർവീസ് who is the member of the EPF, the person eligible to receive the PF accumulation will be paid an extra amount equal to the average balance in the PF account is during preceding 3 years. മനസ്സിലായെന്നെങ്കിലും വായിച്ചിട്ട്. അതായത് ഒരു വ്യക്തി PF അംഗമായിട്ടുള്ള ഒരു വ്യക്തി, അതായത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ആ വ്യക്തി ഡ്യൂറിംഗ് ദ സർവീസ്, അയാൾ സർവീസിൽ ഇരിക്കുമ്പോൾ മരണപ്പെടുകയാണ്. അദ്ദേഹം EPF മെമ്പറുമാണ്. എംപ്ലോയി പെൻഷൻ പ്രൊവിഡന്റ് ഫണ്ട് എന്നുള്ളൊരു സ്കീമില് അദ്ദേഹം മെമ്പറാണ്. അതായത് PF അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തി സർവീസിൽ ഇരിക്കുമ്പോൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പേഴ്സണ് PF accumulation will be an extra amount equal to PF ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു, PF ലഭിക്കുന്നു. അതിൽ കൂടുതൽ എക്സ്ട്രാ എമൗണ്ട്, അതായത് PF ലഭിക്കും, അതോടൊപ്പം തന്നെ എക്സ്ട്രാ എമൗണ്ട് അദ്ദേഹത്തിന് 3 വർഷം, അതായത് അദ്ദേഹം മരണപ്പെട്ടതിന് 3 വർഷത്തെ PF ഇപ്പൊ മരണപ്പെട്ടു, ദെൻ അതിക്ക് മുന്നുള്ള 3 വർഷത്തെ PF അക്കൗണ്ടിലെ ശരാശരി ബാലൻസിന് തുല്യമായിട്ടുള്ള ഒരു തുക അദ്ദേഹത്തിന് കൊടുക്കുന്നു. അതായത് 3 വർഷത്തെ PF കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അതിന്റെ ഒരു ആവറേജ് എമൗണ്ട് അദ്ദേഹത്തിന് മരണപ്പെട്ട് കഴിയുമ്പോൾ നൽകുന്നു. അതാണ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്ലിയർ ആണോ? ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കണേ. അതായത് ഒരു കമ്പനിയിൽ ഒരു വ്യക്തി വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അദ്ദേഹത്തിന് PF കിട്ടുന്നുണ്ട്. PF മെമ്പർ ആണ് അദ്ദേഹം. ദെൻ അദ്ദേഹം എന്ത് ചെയ്യുന്നു? വർക്കിൽ ഇരിക്കുമ്പോൾ തന്നെ ഡ്യൂറിംഗ് ദ സർവീസിൽ ഇരിക്കുമ്പോൾ മരണപ്പെട്ടു പോകുന്നു. സോ അദ്ദേഹം മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന് PF ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എക്സ്ട്രാ ഒരു എമൗണ്ട് കൂടി ലഭിക്കുന്നുണ്ട്. ഇനി ഈ എക്സ്ട്രാ എമൗണ്ട് ലഭിക്കുന്നതാണ് എങ്ങനെയാണ്? PF അദ്ദേഹം മരണപ്പെട്ട ആ ഒരു 3 വർഷത്തെ PF എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ അതിന്റെ ആവറേജ് എമൗണ്ട് എത്രയാണോ അതും കൂടി നമ്മൾ എക്സ്ട്രാ ഇദ്ദേഹത്തിന് കൊടുക്കുന്നു. അതാണ് ഡിപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്ലിയർ ആയോ? അതായത് PF മെമ്പർ ആയിരിക്കണം, അല്ലാതെ ഇങ്ങനത്തെ ഈ ഒരു ആനുകൂല്യം അദ്ദേഹം ലഭിക്കില്ല. എംപ്ലോയർക്ക് PF ആനുകൂല്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് അദ്ദേഹം മരണപ്പെട്ടാല് മുൻ 3 വർഷത്തെ ഇയറിലെ PF എത്രയാണോ എന്ന് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ ആവറേജ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ വ്യക്തിക്ക് മരണപ്പെട്ട് കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ഫാമിലിക്ക് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കി അണ്ടർലൈൻ ചെയ്തത്. ഇനി ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കി, എന്നിട്ട് മനസ്സിലായോ എന്ന് പറയണേ. വായിച്ചോ? ഇപ്പൊ വായിച്ചിട്ട് കുറച്ചും കൂടി ക്ലിയർ ആയോ? ഫസ്റ്റ് വൺ നിങ്ങൾക്ക് വായിച്ചപ്പോ ഒന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ കുറച്ചും കൂടി ക്ലാരിറ്റി വന്നോ? ഓക്കെ, നോക്കാം. അടുത്ത സെന്റൻസ് നോക്കാം കേട്ടോ. If such average balance was not below 1000 at any time during the said period, then 1000 is maximum amount benefit payable under this scheme. ഇത് പറയുന്നത് നമ്മൾ ഈ കൊടുക്കുന്ന ആവറേജ് എമൗണ്ട് കൊടുക്കുന്നത് 1000 കുറയാനും പാടില്ല,
10,000 കൂടാനും പാടില്ല. അതായത് 1000-നും 10,000-നും ഇടക്കായിരിക്കണം എമൗണ്ട് നമ്മൾ കൊടുക്കുന്നത് ആവറേജ്. ഇത് 1000-നും 10,000-നും എന്ന് പറയുന്നത് ഏത് വർഷത്തെ കണക്കനുസരിച്ചിട്ടാണ് നോക്കി നിങ്ങൾ? 1976-ലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു കാലഘട്ടത്തിൽ അനുസരിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് കേട്ടോ. 1000-നും 1000 അല്ലെങ്കിൽ 10,000-നും നടുക്കായിരിക്കണം നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് എന്ന്. 1000-ൽ കുറയാനും പാടില്ല, എന്നാലോ 10,000-ൽ കൂടാനും പാടില്ല. അപ്പൊ നമ്മളിത് ഇന്നത്തെ കാലത്തെ കണക്കനുസരിച്ചിട്ടല്ല അവിടെ പറയുന്നത്. ഇന്നത്തെ കണക്കനുസരിച്ചിട്ടാണോ? അങ്ങനെയെങ്കിലും ഇത്ര ചെറിയൊരു എമൗണ്ട് ഇന്നത്തെ കാലത്ത് 1000, 2000 എന്നൊക്കെ പറയുന്നത് ആവറേജ് എമൗണ്ടിൽ വരുമോ? ആണോ? നിങ്ങൾക്കൊന്ന് ചിന്തിക്കണോട്ടോ അത്. കാരണം 76-ലത്തെ കാര്യമാണ് പറയുന്നത്, ഇന്നത്തെ ഒരു എമൗണ്ട് അല്ല അവിടെ പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? 76-ലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിന്റെ അനുസരിച്ചിട്ടാണ് പറയുന്നത് 1000-ൽ കുറയാനും പാടില്ല, എന്നാൽ എന്താ 10,000-ൽ കൂടാനും പാടില്ല. അതിനുള്ളിലുള്ള ഒരു എമൗണ്ട് ആയിരിക്കണം ഈ ആവറേജ് എമൗണ്ട് നമ്മൾ എംപ്ലോയറിന് കൊടുക്കുന്നത്. കണക്കൊന്നും നോക്കണ്ട നിങ്ങൾ. അതൊക്കെ എന്താ കഴിഞ്ഞ കാലഘട്ടത്തിലാ നമ്മള് ഈ ഒരു ഡിപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് എന്നുള്ളത് പാസ്സാക്കിയ സ്കീം വന്ന ഒരു ഇയറിലെ കണക്കനുസരിച്ചിട്ടാണ് അവിടെ പറയുന്നത്. ഓക്കെ, then similar to this scheme is statutory provident fund scheme, which also provides pension and group insurance benefits in addition to provident fund to workers in Assam tea plantation. അതുപോലെ തന്നെ ഇത് ഏകദേശം PF-ന് തുല്യമായിട്ടുള്ള ഒരു ബെനിഫിറ്റ്സുകൾ തന്നെയാണെന്ന്. അതുപോലെ തന്നെ ഈ സ്കീമിന് സമാനമായിട്ട് PF-ന് പുറമെ, അതായത് ആസാമിലേക്കുള്ള ടീ പ്ലാന്റേഷൻ തൊഴിലാളികൾ, തോട്ടം തൊഴിലാളികൾ ഉണ്ടല്ലോ, അങ്ങനെയുള്ള തോട്ടം തൊഴിലാളികൾക്ക് PF-ന് പുറമെ പെൻഷനും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സുകളും നമുക്ക് കൊടുക്കുന്നുണ്ടെന്ന്. PF-ന് പുറമെ ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സുകളും മറ്റും നമ്മൾ കൊടുക്കുന്നു. ഒരു കൂട്ടം ആളുകൾക്കായിട്ട് ഒരുമിച്ച് ഇപ്പൊ അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിനോ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നു. അതൊക്കെ ടീ പ്ലാന്റേഷനിലുള്ളവർക്ക്. ഓക്കെ, then a unique feature of this scheme is decentralized way which is administrated at the garden level. ഇത് കുറച്ചുകൂടി എന്താ പറയാ, ഗാർഡൻ ലെവലില് തോട്ടം തൊഴിലാളികൾക്ക് ഉണ്ടല്ലോ, അവർക്കൊക്കെയാണ് കുറച്ചുകൂടി ഈ ഒരു സ്കീം ബെനിഫിറ്റ്സ്. In each tea estate, a primary committee with the 2 representatives of employees and workers with the garden superintendent or manager as chairman is empowered to sanction and distribute loans, advances to the members and settle their accounts. ഇത് കൂടുതലായിട്ട് പറയുന്നത് ടീ എസ്റ്റേറ്റിലേക്കുള്ള തൊഴിലാളികൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മൂന്നാറിലൊക്കെ മറ്റും ടീ എസ്റ്റേറ്റുകളൊക്കെ ഇല്ലേ? അതുപോലെ ആസാമില് മൂന്നാറ് അങ്ങനെയുള്ള ഒരു ടീ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒത്തിരി 100-100-ൽ കൂടുതലോ ചിലപ്പോൾ 200-200 കൂടുതലോ സ്റ്റാഫ് മെമ്പേഴ്സുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെയാണ് ഈ ഒരു ഇങ്ങനെയുള്ള ഒരു സ്കീമുകൾ കുറച്ചും കൂടി ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് അവർക്ക് PF കൊടുക്കും, PSI ഉണ്ടാവും, പിന്നെ അതുപോലെ ഇൻഷുറൻസുകൾ ഉണ്ടാകും, ഒരുപാട് ഇത് അവർക്കാണ് സ്കീമുകൾ കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത്. ദെൻ ഇതുപോലെ ഇപ്പൊ ഒരു എന്താണ്, ഇപ്പൊ ഒരു ടീ എസ്റ്റേറ്റിലാണെങ്കിൽ അവിടെ ഒരു ഗാർഡൻ അല്ലെങ്കിൽ ഒരു ഗാർഡൻ സൂപ്രണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മാനേജറെ നിയമിക്കും. ദെൻ അദ്ദേഹമാണ് ഇവർക്ക് നമ്മൾ കൊടുക്കുന്ന ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതായത് സാങ്ഷൻസ് കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ അക്കൗണ്ട്സ് കാര്യങ്ങളും കണക്ക് കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യുന്നത്. അതായത് PF-ഉം പെൻഷനും ഇതെല്ലാം സെറ്റിൽ ചെയ്യുന്നത് ഈ സൂപ്പർവെന്റ് ആയിരിക്കും. ഈ ഒരു സ്റ്റേറ്റിലത്തെ ഒരു മാനേജർ പോസ്റ്റ് പോലത്തെ ഒരു വ്യക്തി ഉണ്ടാവുന്നത് അദ്ദേഹമാണ് അവരുടെ ഇപ്പൊ PF കിട്ടുന്നതോ പെൻഷനും അതുപോലെ തന്നെ ഇൻഷുറൻസോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് അവരുടെ അക്കൗണ്ട്സുകൾ സെറ്റിൽ ചെയ്യുന്നത് മാനേജറോ അല്ലെങ്കിൽ സൂപ്പർവെന്റോ ആയിരിക്കും. ഓക്കെ, ഇതാണ് അപ്പോൾ ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാം. ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1976-ലാണ് ഇത് നിലവിൽ വന്നത്. ദെൻ ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി ഒരു കമ്പനിയിൽ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി, അദ്ദേഹം PF-ന് മെമ്പർ ആണ്, അതായത് അദ്ദേഹത്തിന് PF ലഭിക്കുന്നുണ്ട്. അദ്ദേഹം ഡ്യൂറിംഗ് ദ സർവീസിൽ ഇരിക്കുന്ന സമയത്ത് മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന PF-ഉം ലഭിക്കുന്നു. എക്സ്ട്രാ ആയിട്ട് അദ്ദേഹം മരണപ്പെട്ടതിന് മുൻ 3 വർഷത്തെ PF എമൗണ്ട് എത്രയാണോ അതിന്റെ ഒരു ആവറേജ് എമൗണ്ട് അദ്ദേഹത്തിന് മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ആശ്രിതർക്ക്, അതായത് ഫാമിലിക്ക് ലഭിക്കുന്നു. അതാണ് ഡിപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ PF പോലെയൊക്കെ തന്നെ ഒരു ഏകദേശം അതിനോടൊരു സിമിലാരിറ്റി ഉണ്ട് അല്ലെ? PF-ൽ മെമ്പർ ആണെങ്കിൽ മാത്രമാണ് ഈ ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ലഭിക്കുന്നത്. അല്ലാതെ മെമ്പർ അല്ല എങ്കിൽ ഈ ഒരു ഇൻഷുറൻസ്, ഈ ഒരു ബെനിഫിറ്റ് അവർക്ക് ലഭിക്കില്ല. ഓക്കെ, ഞാൻ അവരെ കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ അതൊന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കാം. ഇനി ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കി.
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വായിച്ച് മനസ്സിലാക്കാം. ദെൻ ഇയറുകൾ നിങ്ങൾ കൃത്യമായിട്ടും പഠിക്കണം. ദെൻ ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് എക്സാമ്പിൾ പോലെ ഒരു പേയ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ആ തന്നിരിക്കുന്ന ഇയറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇന്നത്തെ കാലഘട്ടത്തിലെ കണക്കനുസരിച്ചിട്ടല്ല, ആ ഇയർ അനുസരിച്ചുകൊണ്ടാണ് പേയ്മെന്റ്സ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ വായിച്ചു നോക്കിക്കോളൂ കേട്ടോ, മനസ്സിലാവും, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പഠിച്ചു പോവുക. നിങ്ങൾ മാക്സിമം മനസ്സിലാക്കി എന്താണ് ഓരോ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഓരോ ബെനിഫിറ്റ്സ് എന്ന് അറിഞ്ഞിരിക്കണം. അയച്ചോ ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ്? ഓക്കെ, മനസ്സിലായോ വായിച്ചിട്ട്? എന്താണ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് എന്ന് ക്ലിയർ ആണോ എല്ലാവർക്കും? ഇയർ പഠിക്കാം, അതിനെ എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് നമുക്ക് നോക്കാം ഗ്രാറ്റുവിറ്റി. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അറിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗ്രാറ്റുവിറ്റി കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല? ഒരാൾ മാത്രം കേട്ടിട്ടുള്ളോ? വേറെ ആരും കേട്ടിട്ടില്ല ഗ്രാറ്റുവിറ്റി? ഞാൻ ചോദിക്കുന്നോർത്താണോ നിങ്ങൾ പറയാണ്ടിരിക്കണത്? ഞാൻ ചോദിക്കണമെന്നില്ല, ജസ്റ്റ് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചതാ. ചില ആൾക്കാരെ അല്ലി അതുകൊണ്ടാണോ പറയാണ്ടിരുന്നത്? ഓക്കെ, ചിലവർക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടാവും. ഇനി ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർ ചോദിച്ചാലോ? അപ്പൊ എല്ലാവരും കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്കറിയാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ സംഭവം എന്താണെന്ന് വലിയ പിടുത്തൊന്നും ഉണ്ടാവില്ല, അല്ലേ? അതല്ലേ യാഥാർത്ഥ്യം? ആണോ? യെസ് അല്ലെ? കണ്ടോ, ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സ് നോക്കി വായിച്ചെറിഞ്ഞ് പറയാറില്ലേ? നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിച്ച കാര്യം എന്ന് തന്നെ ഞാൻ പറയാറുണ്ട്, ഇടയ്ക്ക് പറയാറില്ലേ? യെസ്. എന്തുകൊണ്ടാണ്? അത്യാവശ്യം സൈക്കോളജിയും കാര്യങ്ങളൊക്കെ അറിയാട്ടോ. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഞാൻ നിങ്ങൾ മനസ്സിൽ എന്താണോ കാണുന്നത് ഞാൻ ഇടയ്ക്കൊന്ന് പറയും, അല്ലെ? ഓക്കെ, പേടിക്കൊന്നും വേണ്ട കേട്ടോ. നോക്കാം. അപ്പൊ ഗ്രാറ്റുവിറ്റി നമുക്ക് നോക്കാം എന്താണെന്ന്. Gratuity is a reward to an employee for long service with his present employer. Underline ചെയ്യാം, ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. ഒറ്റ വാക്കിലാണ് കേട്ടോ അത്. ഗ്രാറ്റുവിറ്റി ഈസ് എ റിവാർഡ് ടു ആൻ എംപ്ലോയി. എംപ്ലോയീസിന് നമ്മൾ കൊടുക്കുന്ന ഒരു റിവാർഡ് ആണെന്ന്. ഫോർ, എന്തിനു വേണ്ടി? ലോങ് സർവീസ് വിത്ത് ഹിസ് പ്രസന്റ് എംപ്ലോയർ. അദ്ദേഹത്തിന്റെ ഇത്ര വർഷത്തെ ആ ഒരു ജോലിക്കുള്ള ഒരു റിവാർഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ബെനഫിറ്റ് ആണ് ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു എംപ്ലോയർക്ക് ആ ഒരു ഇപ്പോഴത്തെ പ്രസന്റ് എംപ്ലോയറിന്റെ ഒപ്പം ഇത്ര വർഷം അയാൾ തൊഴിൽ ചെയ്തു, ആ ചെയ്യുന്നതിനുള്ള ഒരു എന്താ പറയാ ഒരു ബെനഫിറ്റ്സിനെയാണ് നമ്മൾ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ദിസ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ആണ് കേട്ടോ. ഇപ്പൊ നമ്മൾ പഠിച്ചു വരുന്നതെല്ലാം റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആണ്. മൂന്നാമത്തെയാണ് നമ്മൾ പഠിച്ചത്. ഒന്നാമത്തെ PF ആണ്, ദെൻ രണ്ടാമത്തത് ഡിപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ്, മൂന്നാമത്തത് ഗ്രാറ്റുവിറ്റി. ഓക്കെ, ഇതെല്ലാം റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇപ്പൊ നോക്കാം. ദിസ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഈസ് given to an employee either on retirement or at the time of physical disability or to the depends on the deceased employee. അപ്പോ ഈ ഒരു ഗ്രാറ്റുവിറ്റി നമുക്ക് ലഭിക്കുന്നത് എപ്പോഴൊക്കെയാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്? ഫസ്റ്റ് വൺ, എംപ്ലോയി റിട്ടയർമെന്റ് ചെയ്യുമ്പോൾ, ആ ഒരു കാലയളവ് കഴിഞ്ഞ് ആ ഒരു എംപ്ലോയി റിട്ടയർമെന്റ് ചെയ്യുമ്പോഴും, ദെൻ ഫിസിക്കൽ ഡിസബിലിറ്റി, ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ, ഇപ്പൊ ആക്സിഡന്റ് കേസുകളൊക്കെ വന്നു, ചിലപ്പോൾ തൊഴിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരിക, ഫിസിക്കലായിട്ട് വരുന്ന ഡിസബിലിറ്റി വരുമ്പോൾ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ റിട്ടയർമെന്റ് ഓൺ ഡെത്ത്, മരണപ്പെട്ട് കഴിയുമ്പോഴൊക്കെയാണ് നമുക്ക് ഈ ഒരു പേയ്മെന്റ് ലഭിക്കുന്നത്, ഗ്രാറ്റുവിറ്റി ലഭിക്കുന്നത്. ഇറ്റ് ഈസ് എ പേയബിൾ ടു ആൻ എംപ്ലോയി ഓൺ ഹിസ് സൂപ്പർ ആനുവേഷൻ ഓർ ഹിസ് റിട്ടയർമെന്റ് ഓർ ഓൺ ഹിസ് ഡെത്ത്.
കണ്ടോ? നമ്മള് ഒന്നില്ലെങ്കിൽ വിരമിക്കുമ്പോഴോ മരണപ്പെടുമ്പോഴോ ഫിസിക്കൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴാണ് ഈ ഗ്രാറ്റുവിറ്റി നമ്മൾ കൊടുക്കുന്നത്. ഇനി gratuity is a payable to all employees who have rendered a minimum continuous service of 5 years with the present employer. ഇനി ഗ്രാറ്റുവിറ്റി നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 5 ഇയർ സർവീസ് ഉണ്ടായിരിക്കണം, എങ്കിലേ നമ്മൾ ഗ്രാറ്റുവിറ്റി കൊടുക്കാറുള്ളൂ. ഒരു വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടൊന്നും മാത്രം ഒരു എംപ്ലോയിക്ക് നമ്മൾ ഗ്രാറ്റുവിറ്റി കൊടുക്കാറില്ല. മാക്സിമം ഒരു 5 ഇയേഴ്സ് എങ്കിലും ആള് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ 5 ഇയർ സർവീസ് ആ ഒരു കമ്പനിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഗ്രാറ്റുവിറ്റി കൊടുക്കുകയുള്ളൂ. ഓക്കെ, ഇപ്പൊ 5 ഇയേഴ്സ് വർക്ക് ചെയ്ത് 6 വർഷമായി വർക്ക് ചെയ്തിട്ട് അപ്പോഴാണ് ഡെത്ത് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നു. 5 ഇയേഴ്സ് സർവീസ് ആണ് ഗ്രാറ്റുവിറ്റിക്ക് വേണ്ടി പറയുന്നത്. Then it is payable to an employee on his superannuation or his retirement or his death, disablement due to accident or diseases. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഡെത്ത് സംഭവിക്കുമ്പോഴോ റിട്ടയർമെന്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പൊ ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുമ്പോഴോ മറ്റ് അസുഖങ്ങൾ വന്ന് ജോലിയിൽ പിന്നീട് പ്രവേശിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരികയാണ്. ആള് ഓൾറെഡി ആ ഒരു എംപ്ലോയി അവിടെ ഒരു 6 വർഷത്തെ സർവീസ് ഉണ്ട്, ദെൻ ഇങ്ങനെ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസീസസ് വന്നു, ദെൻ മേ ബി ഇനി വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലോട്ട് ആയി കഴിയുമ്പോഴാണ് നമ്മൾ ഈ ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നത്. അപ്പോഴും സർവീസ് 5 ഇയർ ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയാണ് അതിന്റെ പേയ്മെന്റ് കൊടുക്കുന്നത്. The Payment of Gratuity Act 1972 അണ്ടർലൈൻ ചെയ്യാം, ഇയറുകൾ പ്രധാനപ്പെട്ടതാണ്. 1972 is applicable to the establishment in the whole nation, provides for a scheme of compulsory payment of gratuity by the managers of railways, factories, oil fields, mines, plantations, shops and other establishment employ 10 or more persons to their employees drawing monthly wages not exceeding 1,600 per month. അതായത് 1972 പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് നിലവിൽ വന്നത്. ദെൻ ഈ ഒരു ഓൾ നേഷൻ, എല്ലാ നേഷനിലും ഇത് ഈ ഒരു സ്കീം കമ്പൽസറി ആണ്. അതുപോലെ തന്നെ മാനേജ്മെന്റ് ഓഫ് റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നവര്, ഫാക്ടറീസില്, ഓയിൽ ഫീൽഡ്സ്, മൈൻസ്, പ്ലാന്റേഷൻ, ഷോപ്സ് അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലുള്ള 10 അതിൽ കൂടുതലോ പേഴ്സൺസ് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ഈ ഒരു ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞൊരു ബെനിഫിറ്റ്സ് നമ്മൾ എംപ്ലോയീസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. Then പിന്നെ പറയുന്നത് എന്താണ്? To their employees drawing monthly wages not exceeding, അതായത് അവരുടെ, ഇനി നമ്മൾ ഈ ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നത് എംപ്ലോയീസിന്റെ വേജസ് 1600 രൂപയിൽ കൂടാൻ പാടില്ല. ഇനി 1600 രൂപ എന്ന് പറയുന്നത് ഏത് വർഷത്തെ കണക്കാണ്? ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾ. 1972 കാലയളവിലെ കണക്കനുസരിച്ചിട്ടാണ് ഇപ്പൊ പറയുന്നത്. സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1600 കൂടാൻ പാടില്ല. അന്ന് അതൊരു വലിയൊരു എമൗണ്ട് ആണ്, ആണോ? അന്നത്തെ കാലഘട്ടത്തിലെ ഈ 1000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഏറ്റവും ടോപ്പ് സാലറിയാണ്. ഇന്ന് അങ്ങനെയാണോ? ഇന്ന് ഏറ്റവും കുറഞ്ഞത് എത്രയാണ് സാലറി? മിനിമം 6000 ആണെന്ന് ഏതൊരു സ്ഥാപനത്തിൽ നമ്മൾ കൊടുക്കുന്നത്, പ്രൈവറ്റ് ഫോമിലാണെങ്കിലും ഇല്ലേ, ആണോ? ഏറ്റവും കുറഞ്ഞത് മിനിമം സാലറി എന്ന് പറയുന്നത് എത്രയാണെന്ന്? 6000 എങ്കിലും മിനിമം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 10,000 ഇല്ലേ? അപ്പൊ അന്നത്തെ കാലയളവില് 1000 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ എമൗണ്ട് ആണ്. അത് നിങ്ങൾ ഓർക്കണം കേട്ടോ. നിങ്ങൾ ഓർക്കും ഈ എന്താ പറയാ, ഈ പറഞ്ഞ പോലെ 1600 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര വലിയ എമൗണ്ട് ആണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇടക്കിടക്ക് പറയുന്നത്, ആ ആക്ട് പാസ്സായ ടൈമില്ല ആ ഒരു ഇയറിലെ കണക്കാണ് ഇവിടെ പറയുന്നത്. എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് എടുത്തു പറയുന്നത് ആ ഒരു കാര്യം. കാരണം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുവേ, നിങ്ങൾ 1600 രൂപ അതൊരു സാലറി ആണോ നിങ്ങൾ ചിന്തിക്കും. എല്ലാവർക്കും ഓട്ടോമാറ്റിക്കലി അങ്ങനെ ചിന്തിക്കും. സോ അത് ആ ഒരു 72 കണക്കനുസരിച്ചിട്ട് 1000 ഉള്ളത് 1600 എന്നുള്ളത് വലിയൊരു എമൗണ്ട് ആണത്. ഓക്കെ, അത് നിങ്ങൾ നോക്കിണ്ട, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ കണക്ക് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ 1600 രൂപയിൽ കൂടാൻ പാടില്ല. ദെൻ ഇനിയാണ് ഈ ആക്ട് എങ്ങനെയാണ് നമ്മൾ ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നതെന്ന് കണക്കാക്കുന്നത് കേട്ടോ. The act stipulates that the gratuity payable to an employee shall be at the rate of 15 days wage for every completed year of services or a part thereof in excess in 6 months. Hence, wage means average of the basic pay last drawn by the employee. The maximum amount of gratuity payable to an employee shall not exceed 20 months' wages.
എങ്ങനെയാണ് നമ്മൾ ഗ്രാറ്റുവിറ്റി കണക്കാക്കുന്നത് എന്നാണ് പറയുന്നത്. 15 ദിവസത്തെ വേതനം എന്നുള്ള അനുസരിച്ചിട്ടാണ് നമ്മൾ ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നതെന്ന്. അതായത് 15 ദിവസത്തിന്റെ വേതനത്തിന്റെ അടിസ്ഥാനത്തില് ലാസ്റ്റ് ഇയറില്, അതായത് അയാള് ലാസ്റ്റ് ഇയറില് എത്രത്തോളമാണോ അയാളുടെ സാലറി, ഓരോ പൂർത്തിയാക്കിയ സേവന വർഷത്തിനും, ഇപ്പൊ 5 വർഷമാണ്, ഇപ്പൊ ഒരാൾ 7 വർഷം അവിടെ ജോലി ചെയ്തെന്ന് വിചാരിക്കാം. സോ ആ ഓരോ ഇയറിനും 7 വർഷമാണെങ്കിൽ 7 വർഷത്തെ ഓരോ ഇയറിനും 15 ദിവസത്തെ വേതനം എന്ന നിരക്കിലാണ് നമ്മൾ ഇവർക്ക് ഗ്രാറ്റുവിറ്റിയുടെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ദെൻ എംപ്ലോയർ അവസാനം വാങ്ങിയ ശമ്പളത്തിന്റെ ശരാശരി, ലാസ്റ്റ് അയാള് അവിടുന്ന് റിട്ടയർമെന്റ് ചെയ്തു അല്ലെങ്കിൽ മരണപ്പെട്ടു, ആ ഒരു ലാസ്റ്റ് ടൈമിൽ ഏറ്റവും ലാസ്റ്റ് അയാൾ വാങ്ങിച്ച സാലറി എത്രയാണോ അതിന്റെ ഒരു ശരാശരിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അതായത് ഒന്നും കൂടി ഞാൻ പറയാം, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം. മനസ്സിലായോ ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന്? മനസ്സിലായോ ആർക്കെങ്കിലും? ക്ലിയർ ആണോ? അതായത് ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ നമ്മളോട് പറയുന്നത്, ഇപ്പൊ ഓരോ വർഷത്തിനും 15 ദിവസത്തെ വേതനം എന്ന നിരക്കിലാണ് നമ്മൾ കൊടുക്കുന്നത്. ആവറേജ് കണ്ടിട്ട്, അതായത് ലാസ്റ്റ് അയാൾക്ക് കിട്ടിയിരിക്കുന്ന സാലറി എത്രയാണോ അതിന്റെ ആവറേജ് കാണും. എന്നിട്ട് അതിന്റെ ഓരോ വർഷത്തെ 15 ദിവസത്തിന്റെ വേതനം എന്നൊരു രീതിക്കാണ് നമ്മൾ കൊടുക്കുന്നത്. എക്സാമ്പിൾ പറയണമെങ്കിൽ, ഞാനൊരു കണക്കല്ല കേട്ടോ, ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയണേ. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ, നോട്ട്ബുക്ക് ഉണ്ടോ? ടെക്സ്റ്റ് ബുക്കിലായാലും പേനയുണ്ടോ എല്ലാവരുടെയും കയ്യില്? പെന്നുണ്ടോ? പെന്നോ പെൻസിലോ എന്തെങ്കിലും ഉണ്ടോ? എല്ലാവരുടെയും കയ്യിലുണ്ടോ? ക്ലാസ് കേൾക്ക ഉണ്ട്. ഓക്കെ, ഉള്ളവരാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇത് പഠിക്കാനൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് വിചാരിക്കാം. സോ ഒരു വ്യക്തി, എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്, ഒരു വ്യക്തി അയാൾ ഒരു 20 വർഷം സേവനം ചെയ്തിട്ടോ ഒരു കമ്പനിയില് 20 വർഷം അയാൾ സേവനം ചെയ്തു, സർവീസ് ഉണ്ട്. 20ാമത്തെ വർഷം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പെട്ടെന്ന് ഇതുപോലെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമായിട്ട് പിന്നീട് അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ആ ഒരു വ്യക്തിക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കുകയാണ്. എങ്ങനെയാ നമ്മൾ കൊടുക്കുന്നത് ഗ്രാറ്റുവിറ്റി? അതായത് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് സാലറി, അദ്ദേഹം എന്നുവരെയാണ് അവിടെ സേവനം അനുഷ്ഠിച്ചത്, ലാസ്റ്റ് കിട്ടിയ സാലറി എത്രയാണ് ആ ഒരു എമൗണ്ട് നമ്മൾ എടുക്കും. ഇപ്പൊ ഒരു 20,000 ആയിരിക്കും ലാസ്റ്റ് കിട്ടിയേക്കുന്ന സാലറി എന്ന് വിചാരിക്കാം. ദെൻ അതിന്റെ ആവറേജ് നമ്മൾ കണ്ടുപിടിക്കണം. അതിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാം? 25 ഇൻറ്റു അതിന്റെ ആവറേജിന്റെ 15% നമ്മൾ കൊടുക്കുന്നത്. ആവറേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതായത് ആ ഒരു മന്ത്ലി 26 വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ 20,000 ഡിവൈഡഡ് ബൈ 26. ആവറേജ് കാണുന്നത് അറിയാലോ? ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ നിങ്ങള്? ആ മന്തിൽ എത്ര ഡേയ്സ് ഉണ്ടോ അത് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യും ആവറേജ്. അപ്പൊ ആവറേജ് നമുക്ക് കിട്ടി. ആ ആവറേജ് ഇൻറ്റു 15, ഒരു ദിവസത്തെ ഒരു വർഷത്തില് 15 ദിവസത്തെ വേതനം എന്നനുസരിച്ചാണ് കൊടുക്കുന്നത്. അപ്പൊ ആവറേജ് കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 15 ദിവസത്തെ വേതനം എന്ന നിരക്കിലാണ് കൊടുക്കുന്നത്. ഇൻറ്റു 15, ദെൻ വീണ്ടും ഇൻറ്റു നമ്മൾ എത്ര വർഷമാണ് അയാൾ സേവനം ചെയ്തത് അവിടെ? 20 years, ദെൻ 20. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ക്ലിയർ ആണോ? നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാവുമല്ലോ. നോട്ട് ചെയ്തായിരുന്നു ആരെങ്കിലും? നിർബന്ധമായിട്ടൊന്നും എഴുതൊന്നും വേണ്ട കേട്ടോ, നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാൽക്കുലേഷൻ പറഞ്ഞു തന്നത്. നോട്ട് ചെയ്തോ? ഓക്കെ, ദെൻ ഇതാണ് നമ്മൾ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ലാസ്റ്റ് സെന്റൻസ് ഒന്ന് നോക്കി. ദ മാക്സിമം എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി പേയബിൾ ടു ആൻ എംപ്ലോയി ഷാൾ നോട്ട് എക്സീഡ് 20 months wages. അതായത് നമ്മൾ ഗ്രാറ്റുവിറ്റി തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 മാസത്തെ വേതനത്തിൽ കൂടാൻ പാടില്ല എന്ന്. അതായത് നമ്മൾ കൊടുക്കുന്ന ഗ്രാറ്റുവിറ്റി എമൗണ്ട് അവർക്ക് ഒരു 20 മാസത്തെ അയാളുടെ സാലറി ആഡ് ചെയ്യുക, അത്രയും വലിയ തുക അത്ര എത്താൻ പാടില്ല എന്ന്. അപ്പൊ അതിനുള്ളിലുള്ള ഒരു എമൗണ്ട് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അതിന് ആ ഒരു 20 മന്തിന്റെ എമൗണ്ടിൽ എത്തില്ല എങ്കിലും അതിൽ കൂടുതൽ കൊടുക്കാനായിട്ട് പാടില്ല എന്ന്. അതായത് ഇപ്പൊ 2000 ആണെന്ന് 20,000 എമൗണ്ട് ആണ് അയാൾക്ക് സാലറി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ 20,000 ഇൻറ്റു 20 months അത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് അത്രയും ഒന്നും ഗ്രാറ്റുവിറ്റി വരാൻ പാടില്ല, അത്രയും വരില്ല. നമ്മളിപ്പോ പറഞ്ഞ ഞാൻ എക്സാമ്പിൾ പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ ഒരു 2 lakh ഒക്കെ വരുള്ളൂ. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കിയേ ഗ്രാറ്റുവിറ്റി എന്താണെന്നുള്ളത്. അതിൽ പറഞ്ഞിരിക്കുന്ന കണക്കൊന്നും ബൈ ഹാർട്ട് ഒന്നും ചെയ്ത് പഠിക്കണ്ട കേട്ടോ. കാരണം അത് ആ ഒരു കഴിഞ്ഞ അത് നമ്മള് 72 വന്നെങ്കിൽ ആ ഒരു ഇയറിനെ ബേസ് ചെയ്തിട്ടുകൊണ്ടാണ് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ.
വായിച്ചോ? ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു ബെനിഫിറ്റ് എടുക്കാം. ഈ ഒരു സെക്ഷൻ നമുക്ക് ഇന്ന് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കണം. ദെൻ ഈ ഒരു സെക്ഷനോട് കൂടിയിട്ട് ആ ബെനിഫിറ്റ്സുകളുടെ ടൈപ്സ് കംപ്ലീറ്റ് ആകും. ദെൻ അടുത്തത് വേറൊരു സെക്ഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം മെഡിക്കൽ ബെനിഫിറ്റ്സ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കേട്ടോ. ഇത് വലിയ ബുദ്ധിമുട്ടുള്ളതല്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. നോക്കാം. These benefits is provided by some large organization to their retired employees and their family members. ഈ ഒരു ബെനിഫിറ്റ് കുറച്ചും കൂടി ലാർജ് ഓർഗനൈസേഷൻസിൽ റിട്ടയർഡ് ആയി കഴിയുമ്പോൾ റിട്ടയർഡ് ആവുന്ന എംപ്ലോയീസിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും ഈ ഒരു മെഡിക്കൽ ബെനിഫിറ്റ്സ് അലൗ ചെയ്യുന്നു. ഇനി എന്താണ് ഇവിടെ മെഡിക്കൽ ബെനിഫിറ്റ്സിൽ വരുന്നത് നോക്കാം. മെഡിക്കൽ സർവീസസ് ഫോർ the employees are provided under the employee state insurance scheme. ESI കേട്ടിട്ടുണ്ടല്ലോ, അണ്ടർലൈൻ ചെയ്യാട്ടോ. ESI എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം. ESI എന്ന് കേട്ടിട്ടുണ്ടോ? PF പോലെ തന്നെ ESIയും എല്ലാ പ്രൈവറ്റ് ഫേമുകളിലാണെങ്കിലും ഏത് ഫേമുകളിലാണെങ്കിലും ഇത് അലൗഡ് ആണ്. ഇനി എന്താണ് ESI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ESI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് ആണ് അല്ലേ? ആണോ? ഓക്കെ, ഞാൻ വായിക്കാം, നിങ്ങളൊന്നും പറയണില്ലല്ലോ. നോക്കാം. The Employee State Insurance Act 1948 അണ്ടർലൈൻ ചെയ്യാട്ടോ. ESI നിലവിൽ വന്നത് 1948 Then has benefit to employees. എന്തൊക്കെയാണ് ESI നൽകുന്ന ബെനിഫിറ്റ്സുകൾ? സിക്നസ്, എംപ്ലോയ്മെന്റ് ഇഞ്ചുറി ആൻഡ് മെറ്റേണിറ്റി. ESI നമ്മൾ ലഭിക്കുന്നത് എംപ്ലോയീസിന് സിക്നസ് വരുമ്പോൾ, അസുഖങ്ങൾ വരുമ്പോൾ, എംപ്ലോയിക്ക് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിക്കുമ്പോൾ, ദെൻ മെറ്റേണിറ്റി. ഇതിനൊക്കെയാണ് നമ്മൾ ആ എംപ്ലോയിക്ക് ESI കിട്ടുന്നത് അല്ലെ? നമ്മൾ സേവനത്തിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഇഞ്ചുറി സംഭവിക്കുക, സിക്നസ് വരിക. ഇനി മെറ്റേണിറ്റി ആയിട്ട് നമുക്ക് ESI ഒക്കെ ഉണ്ടെങ്കിൽ ആ എംപ്ലോയീസിന് ESI ഉള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് മറ്റേ ഡെലിവറി കാര്യങ്ങളൊക്കെ നമുക്ക് ESI വഴി ലഭിക്കുന്നു. Then initially the act has been made applicable to non-seasonal factories. Later it was extended partly or wholly to on any establishment or class of establishment. Labor employed directly, including the clerical staff, is covered by this act. ആദ്യം ഇത് വന്നത് നോൺ സീസണൽ ആയിട്ടുള്ള ഫാക്ടറീസിനൊക്കെ ആയിരുന്നു. പിന്നീട് ആയപ്പോൾ നമ്മൾ എന്താ പറയാ, എക്സ്റ്റെൻഡഡ് എംപ്ലോയി ഡയറക്ട്ലി, അതായത് പെർമനന്റ് ആയിട്ടുള്ള സ്റ്റാഫുകൾക്കാണ് ESIയും PF ഒക്കെ ആനുകൂല്യങ്ങൾ നമ്മൾ കൊടുക്കുന്നത് അല്ലേ? ആണോ? ഒരു ട്രെയിനിങ്ങിന് 6 മന്തിന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് PFും ESI ഒക്കെ ലഭിക്കാറുണ്ടോ? ലഭിക്കോ? പെർമനന്റ് സ്റ്റാഫ് അല്ല എങ്കിൽ ESI PF പോലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാറുണ്ടോ? ലഭിക്കില്ല. കാരണം ഡയറക്റ്റ് സ്റ്റാഫ് ആയിട്ട് അവിടെ നമ്മൾ എടുത്താൽ മാത്രമേ ഈ ആനുകൂല്യങ്ങൾ എംപ്ലോയർക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇപ്പൊ അത് ക്ലറിക്കൽ സ്റ്റാഫിന് വരെ, അതായത് പെർമനന്റ് ആയിട്ടുള്ള ഒരു ക്ലറിക്കൽ സ്റ്റാഫിന് വരെ ESI PFI അലൗഡ് ആണ്. However, the members of armed forces and any person whose salary in this aggregate exceeding 500 a month are not covered under this act. കണ്ടോ, കണക്ക് നോക്കിയേ. അതായത് ഈ ഒരു മെഡിക്കൽ ബെനിഫിറ്റ്സിൽ ആർമഡ് ഫോഴ്സ്, അതായത് നമ്മൾ അറിയാലോ നേവി, അതുപോലെ തന്നെ ഇന്ത്യൻ ആർമി എന്നിവർക്കൊന്നും ഈ ഒരു മെഡിക്കൽ ബെനിഫിറ്റ്സ് ലഭിക്കുകയില്ല. കാരണം എന്താണ്? സാലറി ഇൻ ദ അഗ്രിഗേറ്റ് എക്സീഡ്സ് ടു 500. സാലറി 500 എമൗണ്ടിൽ കൂടുതൽ മന്ത്ലി സാലറി വരാൻ പാടില്ല.
അന്നത്തെ 500 എന്ന് പറഞ്ഞാൽ 1948. എന്നാലോചിച്ച് നോക്കി, 1948 500 എന്ന് പറഞ്ഞത് വലിയൊരു എമൗണ്ട് ആണ്. സോ ഈ 500 എബവ് വരുന്നവർക്ക് ഈ ഒരു മെഡിക്കൽ ആനുകൂല്യം, മെഡിക്കൽ ബെനിഫിറ്റ്സ് ലഭിക്കുകയില്ല. സോ നേവി, ആർമി എന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ചിലപ്പോൾ 500 മുകളിലായിരിക്കും സാലറി വരുന്നത്. സോ അവര് നമ്മൾ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്ന്. ഓക്കെ. Then under this act, those insured under this scheme are entitled to receive medical aid benefits in case of ഡിസബിലിഷ്മെന്റ്, സിക്നസ് ആൻഡ് മെറ്റേണിറ്റി. 3 ഡിസബിലിറ്റി മീൻസ് അസുഖങ്ങൾക്കോ അല്ലെങ്കിൽ എന്താണ് രോഗങ്ങൾക്കോ ഈ മെറ്റേണിറ്റിക്കൊക്കെയാണ് ESI നമ്മൾ കൊടുക്കുന്നത്. These benefits establishing lifelong relationship between organization and its employees. സോ ഇങ്ങനെയുള്ള ഒരു മെഡിക്കൽ ബെനിഫിറ്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ ആ അടുത്ത സ്റ്റാഫ് അംഗങ്ങളും ഓർഗനൈസേഷനും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാം. എക്സിസ്റ്റിംഗ് ഈവൻ അപ് ടു ദ പോസ്റ്റ് റിട്ടയർമെന്റ് ഫേസ് ഓഫ് ലൈഫ്. അതുപോലെ തന്നെ റിട്ടയർമെന്റ് ചെയ്താലും ഈ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നു. അതായത് ഇപ്പോൾ എംപ്ലോയി ആ സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ESI എന്നുള്ള ആനുകൂല്യം അവർക്ക് ലഭിക്കും. പിന്നീട് ഈ ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. ഓക്കെ. ESI ക്ലിയർ ആണോ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ESI എന്ന് പറയുന്നത്, കേട്ടിട്ടുണ്ടാവും എല്ലാവരും അല്ലെ? അപ്പൊ ESIയുടെ ഫുൾ ഫോം പഠിക്കണം. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം. ദെൻ 1948 ഇയറും പഠിച്ചിരിക്കുക. ഓക്കെ. ഇനി വായിച്ചു നോക്കിയേ, പെട്ടെന്ന് വായിക്കാം കേട്ടോ. ഇനി ഒരു സെക്ഷനും കൂടി ഉള്ളൂ. Okay, next one നോക്കാം കേട്ടോ. Pension benefits. The benefits which are covered under the Employee Family Pension Scheme 1971. Underline ചെയ്യാം കേട്ടോ year. Employees Family Pension Scheme 1971 Then അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് താഴെ പറയുന്നത് കേട്ടോ. Employees Family Pension Scheme ന്റെ കീഴിൽ വരുന്ന ബെനിഫിറ്റ്സുകൾ. Retirement benefits. This benefits is in the form of a lump sum given subject to a maximum of 4,000 payable to a member on his normal retirement subject to certain rules and regulations. റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ലംസമായിട്ട് ഈ ഒരു ആനുകൂല്യം ഒരു മൊത്ത തുകയായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഒറ്റ ടൈമിൽ മൊത്തം ഒരു തുകയായിട്ട് കൊടുക്കുന്നു. എംപ്ലോയി റിട്ടയർ ആകുമ്പോൾ 4,000 രൂപയാണ് നമ്മൾ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് എന്നുള്ള രീതിക്ക് ഒരു എമൗണ്ട് കൊടുക്കുന്നത്. 4,000 ആണ് പേയബിൾ നമ്മൾ കൊടുക്കുന്നത്. ഫാമിലി പെൻഷൻ. Pension is given to the family of deceased member of the fund at the following rates. ഇനി ഫാമിലി പെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയി മരണപ്പെട്ട് കഴിയുമ്പോൾ എംപ്ലോയീസിന്റെ ഫാമിലിക്ക് നമ്മൾ കൊടുക്കുന്ന പെൻഷൻ എമൗണ്ടിന്റെ ഒരു സ്കീമാണ് താഴെ പറയുന്നത്. ജസ്റ്റ് ഓരോ കണക്കാണ് പറയുന്നത്. ഇത് ആ ഒരു 71 കണക്ക് അനുസരിച്ചിട്ടുണ്ടാണ് പറയുന്നത്. ഇതിലൊന്ന് മനസ്സിലാക്കി വെക്കാം. നോക്കാം, അത് നിങ്ങൾ ബൈ ഹാർട്ട് ഒന്നും ചെയ്ത് പഠിക്കണ്ട. 71 കണക്ക് പ്രകാരമാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് പറയുന്നത് നോക്കി, 12% of pay subject of maximum 150 to the family member whose pay which on contribution of EPF received 800 and above. അതായത് ഇവിടെ പറയുന്നത് 800 രൂപയോ അതിൽ കൂടുതലോ PF ലഭിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ കുടുംബത്തിന് അദ്ദേഹത്തിന്റെ ശമ്പളത്തിന്റെ 12% മരണപ്പെട്ട് കഴിയുമ്പോൾ കൊടുക്കുന്നു. 800 അതിൽ കൂടുതലോ
ഉള്ള ഒരു ഫാമിലി ഉള്ള ഒരു വ്യക്തിയാണ് മരണപ്പെട്ടു, PF അംഗമായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സാലറിയുടെ 12% അവരുടെ കുടുംബത്തിന് കൊടുക്കുന്നു. ഇനി രണ്ടാമത്തെ കാര്യം നോക്കാം. 15% പേ സബ്ജക്ട് ടു മാക്സിമം 200. അത് മാത്രം ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. 200 and 800. 200-നും 800-നും ഇടയ്ക്ക് സാലറിയുള്ള PF അംഗമായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ 15 സാലറിയുടെ 15% മരണപ്പെട്ട് കഴിയുമ്പോൾ കുടുംബത്തിന് നൽകുന്നു. ലാസ്റ്റ് വൺ പറയുന്നത് സാലറി 200-നും അല്ലെങ്കിൽ എന്താ പറയാ ഹൗസ് പേ 200 rupees, അതായത് 260 രൂപയ്ക്കും 200 രൂപയ്ക്കും ഇടയിലാണെങ്കിൽ ആ സാലറിയുടെ 30% കുടുംബത്തിന് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, അതായത് മരണപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ആ വ്യക്തിയുടെ സാലറിയുടെ ഒരു നിശ്ചിത എമൗണ്ട് കൊടുക്കുന്നു. സാലറി എത്രയാണോ അതിന്റെ ബേസിസിൽ ഓരോ നിശ്ചിത പെർസെന്റേജിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു, സഹായം കൊടുക്കുന്നു. ഓക്കെ, അത് കൃത്യമായിട്ട് കണക്കൊന്നും ബൈ ഹാർട്ട് ഒന്നും ചെയ്ത് പഠിക്കൊന്നും വേണ്ട, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, 71-ലെ കണക്ക് പ്രകാരമാണ് ഈ 200, 800 ഒക്കെ അവിടെ പറയുന്നത്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വായിച്ചാൽ മാത്രം മതി, അത് പഠിക്കൊന്നും വേണ്ട, ബൈ ഹാർട്ട് ഒന്നും ചെയ്യണ്ട കേട്ടോ. ദെൻ ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെ. കാരണം ഇന്ന് 800 രൂപ 600 രൂപ എന്നൊക്കെ പറയുന്നത് ഒരു സാലറി ആണോ? അല്ല അല്ലെ. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം തന്നിരിക്കുന്നതാണ്. Then life insurance benefits. നോക്കാം. This benefits is in the form of a lump sum subject to maximum of 2000 payable in the case of death of a member. ഇനി ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ബെനിഫിറ്റ് ഉണ്ട്. നമ്മള് PF അംഗമായിട്ടുള്ള ഒരു മെമ്പർ മരണപ്പെട്ട് കഴിയുമ്പോൾ 2000 രൂപ വരെ നമ്മൾ ആ കുടുംബത്തിന് ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ് ആയിട്ട് നൽകുന്നു. ഇതൊക്കെ ആ ഒരു 71-ലാണ് കേട്ടോ ഈ 2000 ഒക്കെ പറയുന്നത്. ഇന്ന് അതില് എമൗണ്ടിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, then withdrawal benefits. It is in the form of a lump sum amount payable to the member on leaving the service before his retirement age, subject to fulfillment of certain conditions. അതായത് വിഡ്രോവൽ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടയർമെന്റിന് മുൻപ് ചില ആളുകൾ സർവീസിൽ നിന്നും പിന്മാറുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ എന്താ പറയാ റിസൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ ആ ഒരു ചില നിബന്ധനകളും മീൻസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിക്കുന്നതിനായിട്ട് ഒരു തുകയായിട്ട് നമ്മൾ വിഡ്രോവൽ ബെനിഫിറ്റ്സ് ആയിട്ട് ഒരു നിശ്ചിത ഒരു എമൗണ്ട്, എത്രയാണെന്നൊന്നും പറയാനില്ല, ഒരു നിശ്ചിത എമൗണ്ട് അവർക്ക് നൽകുന്നു. ഇതാണ് വിഡ്രോവൽ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതായത് റിട്ടയർമെന്റിന് മുന്നേ സർവീസ് ചെയ്ത് പോകുമ്പോൾ. ഓക്കെ, അപ്പൊ നമ്മള് ടൈപ്സ് ഓഫ് ബെനിഫിറ്റ്സ് എന്നുള്ളൊരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ടൈപ്സ് ഓഫ് ബെനിഫിറ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ് സർവീസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഈ ഒരു സെക്ഷൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്ന് എനിക്കറിയാം. ബുദ്ധിമുട്ടായിരുന്നോ? ബുദ്ധിമുട്ടല്ല, കുറച്ച് മനസ്സിലാക്കി എടുക്കാനായിട്ട് 1-2 വട്ടം വായിച്ചാൽ പോരാ അല്ലെ. കുറച്ച് ബേസ് ഇല്ലാത്തവരാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ച് ടഫായിട്ട് തോന്നിക്കാണും ഈ ഒരു സെക്ഷൻ. ആണോ? നിങ്ങൾക്ക് സംസാരിക്കാം കേട്ടോ, ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് നല്ല ഈസി ആയിരുന്നോ? അത് അല്ല, ടഫായിരുന്നു. നല്ല ടഫായിരുന്നു അല്ലെ? സത്യസന്ധമായിട്ട് പറഞ്ഞു. ടഫെന്നല്ല, അത് കുറച്ച് കാര്യങ്ങള്, ചില കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, PSI എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ തീരെ കേൾക്കാത്ത കാര്യങ്ങളാണ് അല്ലെ. ആണോ? ഫസ്റ്റ് ടൈം നിങ്ങൾ കേൾക്കുന്നതായിരിക്കും ഓരോ ചിലപ്പോൾ ആക്ടുകളായിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സുകളെ കുറിച്ചൊക്കെ ഫസ്റ്റ് ടൈം ആയിരിക്കും നിങ്ങൾ കേൾക്കുന്നത് അല്ലെ. അപ്പൊ അതിനൊരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടില്ലാന്ന് ഞാൻ പറയാനില്ല, കാരണം അത് നിങ്ങൾക്ക് വായിക്കുമ്പോഴും എന്താ പറയാ ബുദ്ധിമുട്ടുണ്ടാകും. അത് പറഞ്ഞ് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരും എന്നുള്ളത് ഞാനും മാക്സിമം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും എന്താ പറയാ, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഈ പ്രോബ്ലം എനിക്കറിയാം, പ്രോബ്ലം ഒന്നും ഇട്ടിട്ട് കാര്യമില്ല, നമുക്ക് മനസ്സിലാവില്ല. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേറെ എക്സാമ്പിൾ ഞാൻ നോക്കാറുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താണ് നിങ്ങൾക്ക് എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ അതിനകത്തോട്ട് എത്തിക്കാം അല്ലെ. മാക്സിമം ഞാനും നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു രീതിയിൽ ഇതൊന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എത്തിക്കണം അല്ലെ. അപ്പൊ ഞാൻ മാക്സിമം അതിന് വേണ്ടിയിട്ടാണ് എക്സാമ്പിൾ ഇടുന്നതും, അല്ലെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ എന്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ വേറൊരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് വെച്ച് പറഞ്ഞു തരുന്നത്. അപ്പോ ആ ഒരു സെക്ഷൻ നന്നായിട്ട് പഠിക്കണം. പാടായിരുന്നു എനിക്ക് അറിയാം. സോ അവിടെ നമ്മൾ പഠിക്കുമ്പോൾ അതിന് കുറച്ച് എക്സ്ട്രാ ടൈം മാറ്റി വെക്കാം, കാരണം ഇയറുകൾ തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, പഠിക്കാനായിട്ട് ഇരിക്കുമ്പോഴും ഇരിക്കാറുണ്ടോ പഠിക്കാനായിട്ട്? അത് ആദ്യം ചോദിക്കട്ടെ. ഇരിക്കാറില്ലേ? പഠിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റി വെച്ചേക്കാണോ? അങ്ങനെ മാറ്റിയൊന്നും വെക്കണ്ട കേട്ടോ.
നിങ്ങൾ എക്സാമിന് ഇരിക്കുമ്പോൾ ഇയറുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം നിങ്ങൾ നോട്ട്ബുക്കിൽ. പറ്റുന്നവരാണെങ്കിൽ ഞാൻ നിർബന്ധം പറയുന്നില്ല, ഇയറുകൾ മാത്രം ഒന്ന് സെപ്പറേറ്റ് തിരിച്ച് എഴുതുക. ഓരോ ആക്ടുകളും അത് ഹൈഫൻ ഇട്ടിട്ട് ഇയറുകൾ, ആ ഇയറുകൾ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഞാൻ ഓരോ ആക്ടുകളും മനസ്സിലാക്കി പഠിക്കും. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ മറന്നു പോകും. ഇന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു 2 ദിവസം കഴിയുമ്പോഴായിരിക്കും ഇത് എടുത്ത് വായിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? ആ റെക്കോർഡ് ക്ലാസ് ഒന്ന് പോയി കേൾക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാം. അതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. മാക്സിമം ഞാൻ 1-2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും എളുപ്പത്തില് ഒരുപാട് തിയററ്റിക്കൽ ഞാൻ പറയാറില്ല, കാരണം എനിക്കറിയാം അത് നമ്മൾ ഒരുപാട് തിയററ്റിക്കലായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിലോട്ടാണ് ഞാൻ മാക്സിമം അതിനെത്തിക്കുന്നത്. കുഴപ്പമില്ലല്ലോ, ഫോളോ ചെയ്യാൻ പറ്റണില്ലേ? ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, കാരണം നിങ്ങൾ ഫസ്റ്റിൽ പറഞ്ഞല്ലോ എന്താ പറയാ, കൊമേഴ്സ് ഇല്ലാത്തവരുണ്ട്, ബേസ് ഇല്ലാത്തവരുണ്ട്. സോ എല്ലാവരെയും കൂടി ഞാൻ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മളെ എക്സാമ്പിളും അല്ലെങ്കിൽ വേറൊരു കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. നേരത്തെ മുൻകൂട്ടി പറയാം, ബുദ്ധിമുട്ടൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടില്ല. അതുപോലെ കാൽക്കുലേഷനും കാര്യങ്ങളൊന്നും അല്ല, ജസ്റ്റ് നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന ഏരിയയാണ്. ഓക്കെ, ടെൻഷനൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മാറ്റാം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മിസ്. Thank you, ma'am.